അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മക്കളെ, നിങ്ങൾ സ്ക്രീനിൻ്റെ മുകൾ വശത്ത് ഒരു കാല് കാണുന്നുണ്ടോ? ഒന്നല്ല അല്ലേ, നാല് കാല് കാണുന്നുണ്ടോ? വെരി ഗുഡ്. ഏത് ജീവിയുടെ കാലാണതെന്നറിയോ? മനുഷ്യൻ്റെയാ? അല്ലല്ലേ, മനുഷ്യന് നാല് കാലില്ല. അത് പിന്നെ ഏത് ജീവിയുടേതാ? മനസ്സിലാവണില്ല? എന്നാൽ ഒന്നും കൂടെ നോക്കിയേ, ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? വാലും കൂടെ കണ്ടപ്പോൾ ഇല്ല. എന്നാൽ അതിൻ്റെ മുഖം ഞാൻ കാണിച്ചു തരാം കേട്ടോ, നോക്കിക്കോട്ടോ. കാണുന്നുണ്ടോ? യെസ്, കാട്ടിലെ സിംഹം അല്ലേ, രാജാവ്. വെരി ഗുഡ്, സിംഹമാണ് അല്ലേ. നമ്മൾ മലയാളികൾ ഇതിനെ സിംഹം എന്ന് വിളിക്കും, ഇംഗ്ലീഷുകാരോ ലയൺ എന്ന് വിളിക്കും. എന്നാൽ അറബികൾ എന്താ പറയുക? അറബിയിൽ ഇതിൻ്റെ പേരെന്ത് അറിയുന്നവരുണ്ടോ? എന്നാൽ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. പറയട്ടെ, നിങ്ങൾ റെഡിയാണോ? ഒരൊറ്റ വട്ടം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? പഠിക്കുമോ? എന്നാൽ ഞാൻ ഒരു വട്ടം പറഞ്ഞുതരാം, നിങ്ങളെനിക്ക് തിരിച്ച് പറഞ്ഞു തരണേ. യെസ്, നോക്കിക്കോ. അസദ്. എന്താണ് പറഞ്ഞത്? വെരി ഗുഡ്. അറബിയിൽ അസദ് എന്നാണ് പറയുക. അസദ്. അതാ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അല്ലേ, എന്താ വായിക്കുക? അസദ്, അസദ്. ഈ ഫസ്റ്റ് ലെറ്റർ നമ്മൾ എന്താ വായിച്ചത്? ആ എന്നാണ് അല്ലേ. അസദല്ല. ഈ ലെറ്റർ, ഈ ഫസ്റ്റത്തെ ഈ റെഡ് ലെറ്റർ എന്താണ്? അ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെന്തായിരിക്കും? സെയിം ആണല്ലേ. അപ്പോൾ എന്താണ്? അ. അബുൻ. ഇതോ? ഇതും സെയിം ആണല്ലേ. അദബുൻ, അദബുൻ. ഇതെന്താണപ്പോൾ? അതെ, ഇതിന് സെയിം ആണല്ലേ, കളറ് മാത്രമേ മാറിയിട്ടുള്ളൂ. ശരിയാണ്, വെരി ഗുഡ്. എന്താണിത്? അ. അ. ഇവിടെ നോക്കിയേ, അലിഫിൻ്റെ മുകളിൽ നേരത്തെ ഉള്ളതുപോലെ ഒരക്ഷരമുണ്ട്, അതിൻ്റെ പേര് ഹംസ. ഹംസയുടെ മുകളിൽ ഇങ്ങനെ ഒരു ചിഹ്നമുണ്ട് അല്ലേ, അതിൻ്റെ പേര് ലമ്മ എന്നാണ്. ലമ്മ. അലിഫ് ഹംസ ലമ്മ. അപ്പോൾ എന്താണ്? ഊ. എന്താ വായിക്കുക? ഊ. അലിഫ്, പിന്നെ ഹംസ ഇട്ടിരിക്കുന്നത് താഴെയാണ്, അതിൻ്റെ താഴെ ഒരു വരയുണ്ട്, അതാണ് കസ്ർ. അലിഫ് ഹംസ കസ്ര ഇ. എന്താ വായിക്കുക? ഇ. ഇനി താഴെ മൂന്നെണ്ണം എഴുതി വച്ചിരിക്കുന്നത് മുകളിലെ സെയിം തന്നെയാണ്, അലിഫ് ഇല്ല എന്നേ ഉള്ളൂ, അതുതന്നെയാണ് വായിക്കുക. അപ്പോൾ ഇതെന്താ വായിച്ചിരുന്നത്? ആ. അപ്പോൾ ഇതെന്തായിരിക്കും? എക്സലൻറ്റ്. ആ. ഇതോ? ഊ ആണല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും? ഊ. ഇതോ? ഇ. അപ്പോൾ ഇതോ? യെസ്, ബ്രില്യൻറ്റ്. ഇ. വെരി ഗുഡ്. ഇനി നമുക്ക് ഈ അക്ഷരങ്ങളൊക്കെ പഠിച്ചല്ലോ. ഇനി അടുത്ത പേജ് ഒന്ന് നോക്കാം. അടുത്ത പേജിലേക്കൊന്ന് നോക്കിയേ. ഫസ്റ്റിൽ നഖറ അല്ലേ, ഇവിടെ കണ്ടോ 30 മാർക്ക് കേട്ടോ. ഒരു അക്ഷരം വായിച്ച 6 മാർക്ക് കിട്ടും, 5 മാർക്ക് കിട്ടും. അപ്പോൾ 6 അക്ഷരങ്ങൾ വായിച്ചാൽ 30 മാർക്ക് കിട്ടും. നിങ്ങൾ റെഡിയല്ലേ? എന്നാൽ ഇതൊന്ന് വായിച്ചേ. യെസ്, അ അല്ലേ. ഇതോ? ഗുഡ്. ഇ. ഇ. അപ്പോൾ ഇതെന്താ? ഊ. യെസ്, വെരി ഗുഡ്. ഇതെന്താണ്? ആ. ഇതോ? ഇ. ഇത് ഊ അല്ലേ. യെസ്, വെരി ഗുഡ്. ആ, ഉ, ഇ. ആ, ഉ, ഇ. ഓക്കെ. ഇനി നെക്സ്റ്റ് നിങ്ങൾ എന്താണ് കാണുന്നത്? ഇവിടെ 2 ബോക്സിൽ 2 വേർഡുകൾ കാണുന്നുണ്ട്.
ഇതിൽ ചെയ്യാനുള്ളത് നിങ്ങളുടെ പെൻസിലെടുത്ത് അ എന്ന അക്ഷരത്തിന് സർക്കിൾ ചെയ്യാം, ഒരു റൗണ്ട് ചെയ്യാം. അ എന്ന അക്ഷരം മാത്രം, വേറെ ഒന്നും ഉണ്ടാവരുത് കേട്ടോ. വീണ്ടും ഒരു ബോക്സ് കൂടെ കാണുന്നുണ്ട്, 2 വേർഡുകൾ. അതിൽ ഉ എന്ന അക്ഷരം, ഉ എന്ന അക്ഷരത്തിന് ഇങ്ങനെ റൗണ്ട് ചെയ്യാം. ഓക്കെ, റെഡിയാണല്ലോ. ഇനിയോ താഴെ ലാസ്റ്റ് 2 ബോക്സുകളും കൂടെ ഉണ്ട്. അതിൽ ഇ എന്ന അക്ഷരത്തിന് റൗണ്ട് ചെയ്യാനാണ്. ഇ എന്ന അക്ഷരമാണ് റൗണ്ട് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ, ഇൻഷാ അല്ലാഹ്. ഇനി നിങ്ങളെല്ലാവരും ഇത് കേട്ടും കണ്ടും വായിച്ചും പഠിക്കണം കേട്ടോ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് അ, ഉ, ഇ എന്നീ 3 ലെറ്ററുകൾ മാത്രമാണ്. നിങ്ങളാ റെഡ് ബോക്സുകളിൽ കാണുന്ന അ, ഉ, ഇ എന്നീ ലെറ്ററുകൾ മാത്രമേ അവർക്ക് പഠിക്കാനുള്ളൂ. ആ പാഠത്തിലുള്ള ഈ ബ്ലാക്ക് ലെറ്ററുകൾ, കറുപ്പ് അക്ഷരങ്ങൾ അവർക്ക് ഇപ്പോൾ പഠിക്കാനുള്ളതല്ല. അത് അവരെ വായിപ്പിച്ച് എഴുതിപ്പിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടതില്ല, ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് എഴുത്തിനോടും വായനയോടുമുള്ള മടുപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെ കുട്ടികളെ നല്ല കുട്ടികളാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.